പടവലങ്ങ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കാണാം. വെൽക്കം ടു ടെസ്റ്റഡ് ആൻഡ് ടേസ്റ്റഡ് ചാനൽ. ഈ കറി തയ്യാറാക്കാനായി നമുക്ക് കടലപ്പരിപ്പ് ആവശ്യമാണ്. 1/4 കപ്പ് കടലപ്പരിപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കുതിർത്തെടുക്കണം. അതിനായിട്ട് അല്പം വെള്ളത്തിലേക്ക് ഇത് കുതിരാൻ ഇട്ട് കൊടുക്കുകയാണ്. അരമണിക്കൂറിന് ശേഷം നമ്മളിത് പ്രഷർ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. 2 വിസിലിട്ട് കഴിഞ്ഞാൽ തന്നെ ആവശ്യമായിട്ടുള്ള വേവ് ആയി കിട്ടും. പടവലങ്ങ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കേണ്ടതുണ്ട്. അരിഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ തോരൻ അരിഞ്ഞെടുക്കുന്ന പോലെ ചെറുതായിട്ടല്ല, കുറച്ച് വലിയ പീസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിനൊപ്പം തന്നെ നമ്മൾ ചേർക്കുന്നത് പച്ചമുളകാണ്. 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അല്പം ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. 10 മിനിറ്റ് നേരം ഇത് അടച്ച് വെക്കാം. ഈ സമയം കൊണ്ട് ഇതിന് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം. അതിനായിട്ട് മിക്സർ ജാറിലേക്ക് ഞാൻ 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് അല്പം ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 2 വെളുത്തുള്ളി അല്ലികളാണിത്. ഇതും ചേർക്കാം. അധികം വെളുത്തുള്ളി ചേർക്കണ്ട. ഇനി ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് അരച്ചെടുക്കണം. തോരൻ അരയ്ക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടി നല്ലതുപോലെ അരച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമ്മുടെ പടവലങ്ങ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള കടലപ്പരിപ്പാണ് ഇത് ചേർത്ത് കൊടുക്കാം. കുക്കറിലൊന്ന് 2 വിസിലിട്ട് കഴിഞ്ഞാൽ തന്നെ നല്ലപോലെ വെന്ത് കിട്ടും. അരച്ചെടുത്ത അരപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരപ്പ് വെള്ളമാണ്. അരച്ചെടുത്ത വെള്ളം, പുളി പിഴിഞ്ഞെടുത്തതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കറിവേപ്പില എല്ലാം കൂടി ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം. ഈ കറി അധികം അയഞ്ഞിരിക്കാനും അധികം കട്ടിയായിട്ടിരിക്കാനും പാടില്ല. കറിയിലേക്ക് ഇനി താളിച്ച് ചേർക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം. ഇതിനൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കണം. വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള ചുവന്നുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം നന്നായിട്ട് മൂപ്പിച്ച ശേഷം കറിയിലേക്ക് ഒഴിക്കാം. പടവലങ്ങ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടുകറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരെ ബൈ ബൈ.